ബലാത്സംഗ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി. അടുത്ത 5 ദിവസത്തേക്ക് അറസ്റ്റ് പാടില്ലെന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെപ്റ്റംബർ 3 വിശദമായ വാദം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച CPI സംസ്ഥാന നേതൃത്വം. രാജി വേണ്ടെന്ന നിലപാടിൽ CPIM. ബലാത്സംഗ പരാതിയിൽ സിദ്ദിഖിനെതിരെ നിർണായക തെളിവുകൾ. പരാതിയിൽ പറയുന്ന സമയം സിദ്ദിഖും നടിയും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന രേഖകൾ. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. ലൈംഗിക പീഡന കേസുകളിൽ കുരുങ്ങി പ്രമുഖ താരങ്ങൾ. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസ്. താരങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. രഞ്ജിത്ത മദ്യം കുടിപ്പിച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് യുവാവ് കേരള വിഷൻ ന്യൂസിനോട്. ബംഗളൂരുവിൽ വെച്ച് വന്യമായ ലൈംഗിക പീഡനം നടത്തി. നഗ്ന ദൃശ്യങ്ങൾ രഞ്ജിത്ത പകർത്തിയെന്നും യുവാവ്. ഇടവേള ബാബുവിനെതിരെയും ആക്ഷേപം. ഇടവേള ബാബു തന്റെ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. കാഫിർ സ്ക്രീൻഷോട്ടിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണം. വ്യാജ പരാതിയിൽ പ്രതിയാക്കിയെന്ന ഹർജിക്കാരന്റെ അപേക്ഷയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? മൊഴികളിൽ പറയുന്ന ചിലരെ ചോദ്യം ചെയ്തതായി കാണുന്നില്ലെന്നും കോടതി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ്. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് FIR. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ അനിലക്കരയുടെ മൊഴിയെടുത്തു. കേന്ദ്രമന്ത്രിക്കെതിരെ മാധ്യമപ്രവർത്തകരും പരാതി നൽകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് ആശ്വാസം. കേസിൽ അന്വേഷണം തുടരാൻ CBIക്ക് അനുമതി നിഷേധിച്ച് കർണാടക ഹൈക്കോടതി. മുഠാ ഭൂമി ഇടപാട് കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ആശ്വാസം. തുടർ നടപടികൾ സ്റ്റേ ചെയ്തുള്ള ഉത്തരവ് മറ്റന്നാൾ വരെ തുടരും.